മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണത്തിനെതിരെ നിയമ നടപടിയുമായി എക്സാലോജിക്സ്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെയും SFIO ഡയറക്ടറെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി. വിവാദമുയർന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികരിക്കുകയോ നിയമവഴിയിലേക്ക് കടക്കുകയോ ചെയ്യാതിരുന്ന എക്സാലോജിക്സ് SFIO അന്വേഷണം തങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന സാഹചര്യം വന്നപ്പോഴാണ് നിർണായക നീക്കം നടത്തിയത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ന് രാവിലെയാണ് എക്സാലോജിക്സ് കോടതിയെ സമീപിച്ചത്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നതിന്റെ സൂചനയാണ് നീക്കമെന്ന് കേസിൽ പരാതിക്കാരനായ ഷോൺ ജോർജ്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണല്ലോ ഈ മടിയിൽ കനമില്ലാത്തവർ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത്. അതേസമയം വീണ വിജയന് ഇപ്പോഴും പ്രതിരോധം തീർക്കുകയാണ് CPIM നേതൃത്വം. ഇതുവരെ കോടതിയെ സമീപിക്കാൻ മടിച്ച എക്സാലോജിക്സ് SFIO അന്വേഷണ ഘട്ടത്തിൽ കോടതിയെ സമീപിച്ചത് സംബന്ധിച്ച ചോദ്യങ്ങളോട് AK ബാലന്റെ പ്രതികരണം ഇങ്ങനെ: നീതിപൂർവം അന്വേഷണം നടന്നാൽ SFIO അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക UDFന്റെ നേതാക്കളായിരിക്കും. വീണ വിജയനെതിരായിട്ട് ആകെയുള്ളത് വാങ്ങിയ കാശിന് സർവീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. 1,72,00,000 മതിയായ സർവീസ് കൊടുത്തില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസും ഒരു സ്ഥാപനത്തിലും ഇപ്പോൾ ഇല്ല. ഏജൻസികൾ അന്വേഷിക്കട്ടെ. SFIO അന്വേഷണത്തിനെതിരെ കഴിഞ്ഞ ദിവസം KSIDCയും കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് എക്സാലോജിക്കും കോടതിയിലേക്ക് നീങ്ങിയത്. ഇക്കാര്യത്തിൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമാകും. അതിനു മുന്നേ SFIO ഉദ്യോഗസ്ഥർ എന്തെങ്കിലും നീക്കം നടത്തുമോ എന്നതും ശ്രദ്ധേയ ഘടകമാണ്. റിപ്പോർട്ടർ, കൊച്ചി.